ഇത് ശനിയാഴ്ചയിലത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ശനിയാഴ്ച പിള്ളേർക്ക് 2 പേർക്കും ക്ലാസ് ഇല്ല. പക്ഷേ ഡേ കെയർ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ശനിയാഴ്ച ഡേ കെയറും ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ലീവ് എടുക്കേണ്ട വന്നു. നമ്മൾ കൂടുതൽ സമയം പിള്ളേരുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ശനിയാഴ്ച നമ്മൾ രാവിലെ ഒന്നും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കളിച്ച് ചിരിച്ച് അവർ 2 പേരും തമ്മിൽ കുറച്ച് നേരം അടിയും കൂടിയൊക്കെ കൂടും. പക്ഷേ അതൊരു രസമാണ് കേട്ടോ. അവർക്ക് കൂടുതൽ സമയമൊന്നും ഇങ്ങനെ കിട്ടാറില്ല. കാരണം സ്കൂൾ കഴിഞ്ഞ് ഡേ കെയർ കഴിഞ്ഞ് സ്കൂൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ശനിയാഴ്ച കുറച്ച് നേരം പിള്ളേരെ കിടത്തി ഉറക്കി. അവർക്ക് രാവിലെ എണീക്കല്ലേ, നല്ല ക്ഷീണമുണ്ടാവും. അപ്പോൾ ആ മുടക്ക ദിവസമാണ് അവർക്ക് ഇത്രയും കൂടി റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം നമ്മളൊന്ന് പുറത്തേക്ക് പോയി. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഗ്രീൻ ലീഫ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് പിന്നെ നമ്മൾ ഫൺ മൂവീസിലേക്കാണ് പോയത്. നമ്മുടെ മൂവി സ്ഥലമാണല്ലോ ഫൺ മൂവീസ്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഫൺ മൂവീസ് ഉള്ളത്. അപ്പോൾ നമ്മളിതേ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 9:30-ക്കാണ് പോയത് സെക്കൻഡ് ഷോയ്ക്ക്. നമ്മൾ മിക്ക സിനിമകളും കാണുന്നത് സെക്കൻഡ് ഷോയ്ക്കാണ്. പകൽ മാറ്റിനിക്ക് ഫസ്റ്റ് ഷോയ്ക്ക് നമ്മളിത് പോയിട്ടേ ഇല്ല. ഭയങ്കര കുറവാണ് നമ്മൾ ആ സമയത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന സിനിമ ബാലനാണ്. കുറേ പോസിറ്റീവ് റിവ്യൂസും നെഗറ്റീവ് റിവ്യൂസും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അത് കേട്ട് പോയ കാരണം പടം എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൺ മൂവീസിലത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഗംഭീരമാണ് കേട്ടോ. തിയേറ്ററിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഭയങ്കര സൂപ്പറാണ് അവരുടെ. അത് കഴിഞ്ഞ് നമ്മളിതാ സമയമായിപ്പോൾ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. സീറ്റ് ഫുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ദൃശ്യം സിനിമ പോലെ തന്നെ ആളുകൾ ഈ ഒരു സിനിമ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ലതായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ബാലൻ സിനിമ തുടങ്ങിയിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്വിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ ഇത്രയും ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ക്ലൈമാക്സൊക്കെ നല്ല ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ദൃശ്യം സിനിമയെക്കാളും ക്ലൈമാക്സ് എനിക്ക് ഇതിൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ദൃശ്യം സിനിമയ്ക്ക് നമ്മളൊരു പവർ ബാക്ക് ക്ലൈമാക്സ് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അതുകൊണ്ടാവാം എനിക്കതിൻ്റെ ക്ലൈമാക്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റുകളോട് കൂടിയുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയുടെ. ശരിക്കും നമുക്ക് സങ്കടം വരും. ലൂക്ക ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യമാണ് കേട്ടോ. കുട്ടാവ് പിന്നെ ഇടയ്ക്കൊക്കെ ഫുള്ളായിട്ട് സിനിമ കാണാറുണ്ട്. 2 പിള്ളേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ 12 മണി. ഇത് ശനിയാഴ്ചയിലത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ശനിയാഴ്ച പിള്ളേർക്ക് 2 പേർക്കും ക്ലാസ് ഇല്ല. പക്ഷേ ഡേ കെയർ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ശനിയാഴ്ച ഡേ കെയറും ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ലീവ് എടുക്കേണ്ട വന്നു. നമ്മൾ കൂടുതൽ സമയം പിള്ളേരുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ശനിയാഴ്ച നമ്മൾ രാവിലെ ഒന്നും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കളിച്ച് ചിരിച്ച് അവർ 2 പേരും തമ്മിൽ കുറച്ച് നേരം അടിയും കൂടിയൊക്കെ കൂടും. പക്ഷേ അതൊരു രസമാണ് കേട്ടോ. അവർക്ക് കൂടുതൽ സമയമൊന്നും ഇങ്ങനെ കിട്ടാറില്ല. കാരണം സ്കൂൾ കഴിഞ്ഞ് ഡേ കെയർ കഴിഞ്ഞ് സ്കൂൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ശനിയാഴ്ച കുറച്ച് നേരം പിള്ളേരെ കിടത്തി ഉറക്കി. അവർക്ക്